ആലുവയിൽ പ്രവർത്തിക്കുന്ന ലഹരി കേന്ദ്രം എക്സൈസ് വകുപ്പ് കണ്ടെത്തി. 60 മയക്കുമരുന്ന് ആംപുളുകളും നിരവധി മദ്യക്കുപ്പികളും കണ്ടെത്തിയിരിക്കുകയാണ്. ആലുവ സർക്കാർ ആശുപത്രിക്ക് സമീപമാണ് ലഹരി കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. അഞ്ജന അനിൽകുമാർ വിവരങ്ങളുമായി. അഞ്ജന, എന്താണ് പോലീസ് സംഘം പറയുന്നത്, എക്സൈസ് പറയുന്നത്? സ്മൃതി, ആലുവ നഗരമധ്യത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ലഹരി ആസ്വാദന കേന്ദ്രം. ഈ ലഹരി ആസ്വാദന കേന്ദ്രമാണ് ഇപ്പോൾ എക്സൈസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും 60 മയക്കുമരുന്ന് ആംപ്യൂളുകളും നിരവധി മദ്യക്കുപ്പികളും ഇന്ന് നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആലുവ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപമുള്ള മസ്ജിദ് റോഡിലാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത്. ആൾതാമസമില്ലാത്ത ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടാണ്. ഈ വീട് കേന്ദ്രീകരിച്ചാണ് പല ലഹരി ഇടപാടുകളും നടക്കുന്നത്. രാത്രികാലങ്ങളിലാണോ ഇത് സംഭവിക്കാറ്? പോലീസ് എക്സൈസ് ഇവിടേക്കൊരു റെയ്ഡ് നടത്തിയത് എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്? രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നിരവധി ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഇവിടെ എത്തുന്നത് ഒരു പതിവാണ്. പരിസരവാസികൾക്കടക്കം ഇവർ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പരിസരവാസികൾ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും ഈ പരിശോധനയിലൂടെയാണ് ഈ 60 മയക്കുമരുന്ന് ആംപ്യൂളുകളും മദ്യക്കുപ്പികളും അടക്കം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ ഇടപാടുകാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. അങ്ങനെ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ ആലുവ എക്സൈസ് സംഘം തീരുമാനിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ പ്രദേശത്തുള്ളവർക്കെല്ലാം തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ എത്തുന്നതും ഉച്ചത്തിൽ സംസാരിക്കുന്നതും പാട്ടുവെക്കുന്നതും എല്ലാം പതിവാണ് എന്നാണ് പരിസരവാസികളുടെ വാദം. സ്മൃതി.